എന്റെ കഥ പറയാം. കവിതാലയം 7 ആർട്സും കൂടെ ചേർന്നിട്ടാണ് കുസേല എന്ന് പറഞ്ഞ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോ ഒരു ദിവസം ഈ കുസേലിന്റെ ഷൂട്ട് നടക്കുന്നെന്ന് ഞാനും അച്ഛനും കൂടെ ഈ ഷൂട്ട് നടക്കുന്ന സ്ഥലത്ത് രജനീകാന്ത് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പൊ എന്നോട് പറഞ്ഞില്ല എങ്ങോട്ടാ പോകണം എന്തെന്നൊന്നും അറിയില്ല. രാത്രി റൂമിലേക്ക് ചെല്ലുന്നു, അച്ഛൻ റൂമിലേക്ക് ചെല്ലുന്നു, ഞാൻ കൂടെ പോവാ. അപ്പൊ അപ്പോഴാണ് ഞാൻ കാണുന്നത് അദ്ദേഹത്തെ ആദ്യമായിട്ട്. അതിനു മുന്നേ ഒരുമിച്ച് പഠിച്ചോ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ ഈ കഥ ഇവനോട് പറഞ്ഞിട്ടുണ്ട്. ഇവര് രണ്ടുപേരും സംസാരിക്കുന്നു, ചെറിയ രീതിയിൽ കൂടുന്നു. ഓക്കെ. അപ്പൊ അദ്ദേഹം ഒരു ചെറിയ ലുങ്കിയും ഒരു കട്ബനിയൻ. ചെറിയ ലുങ്കി എന്ന് പറയുമ്പോ മുട്ട വരെയുള്ളൂ. കഥയിൽ ചോദ്യമില്ല. സംസാരം തുടങ്ങുന്നു, ഇവരുടെ കടയിലുള്ള സംസാരം തുടങ്ങുന്നു. സംസാരിച്ചു തുടങ്ങുന്ന സമയത്ത് അച്ഛനോട് അദ്ദേഹം ചോദിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീനിവാസ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ, നീ എന്തുകൊണ്ട് ചെയ്തില്ല? അപ്പൊ അച്ഛൻ പറയുന്നു, എനിക്ക് പൈസ വേണ്ട, ഞാൻ ജോലി ചെയ്യും, പൈസ എന്റെ പുറകെ വരും, അതാണ് എന്റെ ഒരു രീതി. പെട്ടെന്ന് ഈ രജനി സാർ, ഞാൻ കണ്ടോണ്ടിരിക്കുക, ഞങ്ങൾ 3 പേരും ഈ റൂമിലുള്ളൂ. പെട്ടെന്ന് രജനി സാറ് പറയുന്നു, അബ്ദില്ല ശ്രീനിവാസ, കാസും പിന്നാടി വരാത്, കാസും കൂടെ വരണം, ഈ വേല ശരിയാ, കാസ് കൂടെ വരണം. അത് എപ്പിക്. അതാണ് ഞാൻ ഇന്നേ വരെ ഫോളോ ചെയ്യുന്നത്. മനസ്സിലായി? അല്ലല്ല, അതറിയോ, അന്നേരം ശ്രീനി സാറ് വേണ്ടെന്ന് പറഞ്ഞപ്പോഴുണ്ട് പിന്നെ. കാരണം ആ സിനിമ പിരമിഡ് സമീറ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് വലിയൊരു പൈസ ഔട്ട്റേറ്റ് എടുത്തു. ആ പൈസയൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരേണ്ടതായിരുന്നു. അതെ, ഫാദർ വലിയ ഫിലോസഫി എടുത്തിട്ട് അന്ന് അച്ഛൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, നീ അപ്പടി ഇരിക്കലാം, നാ അപ്പടി ഇല്ല രജനി. ഇവര് ശിവാജി എന്നാറ്റാ വിളിച്ചോണ്ടത്. കാരണം ഇദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് ശിവാജി റാവു. നാ അപ്പടി ഇല്ല ശിവാജി, നാ വേല ചെയ്യുവേ, കാസിയം പിന്നാടി ഒരു പിന്നാടി. സംഭവം അറിയോ, സംഭവം പഞ്ചായിരുന്നു. സംഭവം 5 ഡയലോഗ് ആയിരുന്നു. പക്ഷെ 5 കൂട്ടത് ഇവന്റെ മോത്ത. രജനീകാന്തിനോട് 5 ഡയലോഗ് അടിച്ചത് ശ്രീനിവാസനാണ്. ഇപ്പൊ 5 മാത്രമേ വീട്ടിലുള്ളൂ. പക്ഷേ ശിരസ വഹിച്ചില്ലേ മകൻ ആ ഡയലോഗ്. അല്ല, അതില് അദ്ദേഹം ഇപ്പം അഭിമാനം കൊള്ളുന്നുണ്ട്. അദ്ദേഹം പണ്ട് തള്ളി പറഞ്ഞിരുന്ന മകൻ ഇപ്പം അവൻ മിടുക്കനാണെന്നാണ് പറയുന്നത്. പക്ഷെ എടാ എന്റെ ഒരു ഭാഗ്യം ആലോചിച്ച് നോക്ക്, ശ്രീനിവാസൻ രജനീകാന്ത് ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഇവിടെ സൈഡിൽ നിൽക്കുകയാണ്. ഇങ്ങനെ ഭാഗ്യം ലോകത്ത് വേറെ ആർക്കുണ്ടായിട്ടുണ്ടാവും? അതെ, ഞാൻ ഒരു രഹസ്യം പറയട്ടെ കളിയാ. അപ്പൊ രജനീകാന്ത് എന്നോട് അല്ല പറയാൻ പറ്റൂ, ആ റൂം പേര് സാധനം എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഇവൻ പോയിട്ട് കുറെ നേരമായിട്ട് വരുന്നില്ല. ഇവരെന്താ അറിയോ, രജനീകാന്ത് കിടന്ന കട്ടിലെ കിടക്കുകയാണ്. അയ്യേ, ഇതാണ് രജനീകാന്ത് ഉപയോഗിക്കുന്ന സാധനം, അയ്യേ ഇത് പോരാ. അതാണ് ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് എന്റെ കയ്യിൽ ഒരു മോട്ടറോളയുടെ ഒരു ഫോണാ, മോട്ടറോളയുടെ റേസർ. അന്ന് സെൽഫിയുടെ കാലഘട്ടമല്ല, സെൽഫി വന്നിട്ടില്ല. ഈ ഫോണിൽ മാത്രമേ നമുക്ക് സെൽഫി എടുക്കാൻ പറ്റുള്ളൂ. എന്റെ ജീവിതത്തിൽ ആദ്യത്തെ സെൽഫി എടുത്തത് ഞാൻ രജനീകാന്തിന്റെ കൂടെയാണ്. എന്റെ ജീവിതത്തിൽ ആദ്യത്തെ സെൽഫി. അപ്പൊ ഈ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇതെന്താ മോനെന്ന്. ഞാൻ പറഞ്ഞു, ഇത് സാർ, ഈ ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നോക്കി ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഞാൻ സെൽഫി എന്തെന്ന് പറഞ്ഞു. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.